വിദ്യാർത്ഥികളെ അപമാനിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി കെ.ടി. ജലീൽ. കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണ്. വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമാണെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. അതേസമയം നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. മണ്ണാർക്കാട് നടന്ന പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദന വേദിയാണ് MSF വിവാദമാക്കിയത്. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ തെറ്റുവരുത്തിയ കുട്ടിയെ കെ.ടി. ജലീൽ വേദിയിലെത്തി തിരുത്തിച്ചതാണ് സംഭവം. കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഒരു മനോവിഷമവും ഉണ്ടായിട്ടില്ലെന്നും ഉണ്ടെങ്കിൽ മാപ്പു പറയാൻ തയ്യാറാണെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. കുട്ടികളുമായും രക്ഷിതാക്കളുമായും ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. പ്രസംഗിച്ചതൊരു പ്രസംഗമായിരുന്നില്ല. അതിലപ്പുറം അവരോടൊരു അധ്യാപകൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് പറഞ്ഞത്. അല്ലാതെ നുള്ളുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തതല്ല. അങ്ങനെ ആ കുട്ടിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്നത്തെ ചടങ്ങിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. പറയുകയാണെങ്കിൽ MSFനും യൂത്ത് ലീഗിനും വ്യക്തിവിരോധമാണ്. മന്ത്രിമാരും രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ്. കേസെടുത്താൽ മുൻകൂർ ജാമ്യത്തിനോ ശ്രമിക്കില്ല, കെ.ടി. ജലീൽ പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞുകൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അപ്പോൾ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. മന്ത്രിമാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ഒന്നും അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതല്ല. സംഭവത്തിൽ ജലീലിനെതിരെ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം. കെ.ടി. ജലീലിന് തെറ്റുപറ്റിയെന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ റിപ്പോർട്ട് നൽകി. കുട്ടികൾ പരാതിപ്പെട്ടാൽ തുടർ നടപടിയെന്ന് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കി. കൈരളി ന്യൂസ്, മലപ്പുറം.